ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഓഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ടെയിൽ ഓഫ് ടു സിറ്റീസ് എസ് എ ഹിസ്റ്റോറിക്കൽ നോവൽ. അത് മിക്കവാറുമുള്ള ഈ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നുള്ള നോവൽ പഠിക്കാനുണ്ടെങ്കിൽ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ ഇതാണ്, ഹിസ്റ്റോറിക്കൽ നോവലായിട്ട് ഇതെങ്ങനെ വരുന്നു എന്നുള്ളതും. പിന്നെ ഈ ബുക്കിന് അതായത് ബുക്കിന് ഓരോ സെക്ഷൻ വൈസ് ഡിവിഷൻ ഉണ്ടല്ലോ, ഓരോത്തിനും ഓരോ ടൈറ്റിൽസ് ഉണ്ട്, അതും അതുപോലെ തന്നെ തീമും എങ്ങനെ വരുന്നത്, തീംസ് ഓരോന്നും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഹിസ്റ്റോറിക്കൽ നോവലായിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ടെയിൽ ഓഫ് ടു സിറ്റീസ് ആദ്യമേ ഒരു റഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചാൾസ് ഡിക്കൻസിൻ്റെ 1859 നോവലാണ് ടെയിൽ ഓഫ് ടു സിറ്റീസ്. അതൊരു ഹിസ്റ്റോറിക്കൽ നോവൽ തന്നെയാണ്. കാരണം റിയൽ ആയിട്ടുള്ളതും പ്ലസ് ഫിക്ഷണൽ ആയിട്ടുള്ള ഇവൻസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലെൻഡാണത്. അപ്പോൾ അതിനെ എങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ നോവലായി മാറുന്നു എന്ന് വെച്ചാൽ അതൊരു ഹിസ്റ്റോറിക്കൽ പീരീഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫ്രഞ്ച് റവല്യൂഷൻ ബാക്ക്ഗ്രൗണ്ട് ആക്കിയാണ് ലേറ്റ് 18th സെഞ്ചുറിയിൽ ഹാപ്പൻ ചെയ്ത ഫ്രഞ്ച് റവല്യൂഷൻ ബാക്ക്ഗ്രൗണ്ട് ആക്കി എടുത്തിട്ടാണ് ഈ നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലണ്ടനിലും പാരീസിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അതാണ് ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഏതൊക്കെ ടു സിറ്റീസിലാണ്? ലണ്ടനിലെയും പാരീസിലെ കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഫ്രാൻസിലുള്ള, അതായത് പാരീസിലുള്ള പൊളിറ്റിക്കൽ ടെർമോയിലിനെ കുറിച്ചും ആൻഡ് ഇംഗ്ലണ്ടിലുള്ള ആ ഒരു സ്റ്റെബിലിറ്റിയെക്കുറിച്ചുമാണ് ഇത് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രഞ്ച് റവല്യൂഷനിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചാൾസ് ഡിക്കൻസ് എഴുതിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ബാസ്റ്റിൽ പ്രിസൺ സ്റ്റോം ചെയ്ത്, അതായത് ആളുകൾ ഈ വയലൻ്റ് ആയിട്ടുള്ള മോബ് ബാസ്റ്റിൽ പ്രിസൺ സ്റ്റോം ചെയ്ത് അത് ഇടിച്ച് തകർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളെ ഫാമിലിയോട് കൂടി തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ സാധാരണപ്പെട്ട ആളുകൾ, വയലൻ്റ് ആയിട്ടുള്ള ആളുകൾ, മോബ്. അതുപോലെ തന്നെ റവല്യൂഷണറി ട്രയൽസും എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ആക്യുറസി ഉണ്ട്. ഈ സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഈ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് സ്ട്രഗിളും അതുപോലെ തന്നെ മോബിൻ്റെ വയലൻസും എല്ലാം അതുപോലെ തന്നെ ചാൾസ് ഡിക്കൻസ് ഈ നോവലിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിസ്റ്റോക്രാറ്റിക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ക്രൂവലായിട്ടുള്ള ആ ഒരു ഈവിൾനെസ്സും പിന്നെന്താണ് മോബിനെ എങ്ങനെയാണ് അത് വയലൻ്റ് ആക്കിയെന്നുള്ള കാര്യമൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് ഉണ്ട്, സാക്രിഫൈസ് ഉണ്ട്, റിസറക്ഷൻ ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, ഇതെല്ലാം തീമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാരക്ടേഴ്സ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ്, പക്ഷെ അവർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ കൊണ്ടിട്ടേക്കുവാണ്. ഡോക്ടർ മാനറ്റ്, ചാൾസ് ഡാർണെ, സിഡ്നി കാർട്ടൺ, ഇവരെല്ലാം ഫിക്ഷണലാണ്. അപ്പോൾ അവർ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് ഈ ക്യാരക്ടേഴ്സിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഈ നോവലിനകത്ത്. അവരുടെ പേഴ്സണൽ ലൈഫ്സ് ഈ ലാർജ് സ്കെയിൽ ഇവൻറ്റ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അതായത് എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിനെ ഹിസ്റ്ററിയിൽ നടക്കുന്ന ഇവൻറ്റ്സ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ക്യാരക്ടേഴ്സ് വഴി ചാൾസ് ഡിക്കൻസ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ഡിക്കൻസ് അരിസ്റ്റോക്രസിയും റെവല്യൂഷണറീസിനെയും ഒരുപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കമ്പാഷൻ ആണ് വേണ്ടത്, അല്ലാതെ വെഞ്ചൻസോ റിവെഞ്ചോ അല്ല വേണ്ടുന്നതെന്നും അദ്ദേഹം ഇതിനകത്തൂടെ അഡ്വക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. പിന്നെ വിക്ടോറിയൻ ഇംഗ്ലണ്ടിനെ ഇൻഡയറക്ട്ലി കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോമസ് കാർലൈലിൻ്റെ ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള വർക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചാൾസ് ഡിക്കൻസ് ക്ലോത്തിങ് ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും ലീഗൽ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ആണെങ്കിലും ഈ തോമസ് കാർലൈലിൻ്റെ ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ബുക്കിനകത്തു നിന്ന് കുറേ എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് നോട്ടബിൾ ഹിസ്റ്റോറിക്കൽ നോവൽ എന്നാണ് നമ്മൾ ഈ ടെയിൽ ഓഫ് ടു സിറ്റീസിനെ അറിയപ്പെടുന്നത്. പിന്നെ റിയൽ ഹിസ്റ്റോറിക്കൽ പീരീഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് ഫിക്ഷണലാണ്, പിന്നെ കുറച്ച് കാര്യങ്ങളും ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. എന്നാൽ റിയൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഫ്രഞ്ച് റവല്യൂഷനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ കമൻട്രി എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ, പിന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ലണ്ടനിലും പാരീസിലുമാണ് ഇത് ഹാപ്പൻ ചെയ്യുന്നത്. ഈ രണ്ട് സിറ്റീസിനെയും പീസ് ആൻഡ് ഓർഡർ, അതായത് ഇംഗ്ലണ്ടിൽ പീസും ഓർഡറുമാണ് ഉള്ളത്, പക്ഷേ ഫ്രാൻസിൽ അല്ലെങ്കിൽ പാരീസിൽ വയലൻസും കെയോസും കൺഫ്യൂഷനും റെവല്യൂഷനും ഒക്കെ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെവല്യൂഷണറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു കാര്യം ഈ രണ്ട് സിറ്റീസിലെ ഒപ്പോസിംഗ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ബാസ്റ്റിൽ പ്രിസന്റെ സ്റ്റോമിങ്, ഞാൻ പറഞ്ഞ പോലെ ആ പ്രിസൺ ജയിലിടിച്ച് തകർക്കുക. അതുപോലെ തന്നെ ഗില്ലറ്റിൻ എന്നുള്ളത്, ഗില്ലറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവെട്ടുക, ആ ഒരു പബ്ലിക് എക്സിക്യൂഷൻ സിസ്റ്റമാണ് കേട്ടോ. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അരിസ്റ്റോക്രാറ്റിക് ഒപ്പറേഷനെ കുറിച്ചും റവല്യൂഷണറി ആയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള മോബ് റിട്ടാലിയേറ്റ് ചെയ്യുന്നതും ഇവരെ എല്ലാം കൊല്ലുന്നതും, അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളെല്ലാം ഫാമിലിയോടെ കൊല്ലുന്നതും എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു നെറേറ്റീവിനകത്ത് ചേർന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ മാനറ്റിൻ്റെ ലോങ് ഇംപ്രിസൺമെൻറ്റ്, അത് ബാസ്റ്റിൽ പ്രിസണിലാണ് അദ്ദേഹം സെർവ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഇംപ്രിസൺമെൻറ്റ്. അതും എല്ലാം എന്താണ് കാണിക്കുന്നത്? ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഈവിൾനെസ്സിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ചാൾസ് ഡാർണി എന്ന് പറഞ്ഞൊരു നോബിൾ മാൻ, അദ്ദേഹം അരിസ്റ്റോക്രാറ്റിക്, അദ്ദേഹത്തിൻ്റെ തന്നെ സ്വത്തുകളെല്ലാം വേണ്ടാന്ന് അദ്ദേഹം വെക്കുന്നുണ്ട്.
പിന്നെ അദ്ദേഹം ഈ കറപ്റ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിന് എതിരെയാണ് ചാൾസ് ഡാർനെ. സിഡ്നി കാർട്ടൺ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് ഇദ്ദേഹമാണ് ചാൾസ് ഡാർനയ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതും എല്ലാം പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ റിവെഞ്ച്, ജസ്റ്റിസ്, സാക്രിഫൈസ്, റിസറക്ഷൻ, ഒപ്രഷൻ, റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് മേജർ തീംസ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ബ്ലഡ് തേഴ്സ്റ്റി ആയിട്ടുള്ള മോബ്, അതായത് സാധാരണപ്പെട്ട ആളുകൾ ഈ അരിസ്റ്റോക്രാറ്റിക് ക്ലാസിന്റെ ഈ ഒരു ഈവിൾ റൂളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവസാനം അവരാണ് മുന്നിട്ടിറങ്ങുന്നത് ഫ്രാൻസിൽ റവല്യൂഷന് വേണ്ടി അല്ലെങ്കിൽ പാരീസിൽ. അപ്പം അവരെ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് മാഡം ഡിഫാർജെ. അത് ഡിഫാർജെ എന്ന് പറയുന്നത് ബ്ലഡ് തേഴ്സ്റ്റി ആണ്. എന്ന് വെച്ചാൽ ഇവർ വയലന്റ് റിവെഞ്ച് വേണം അല്ലെങ്കിൽ വെഞ്ചൻസ് വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വയലന്റ് ആയിട്ടുള്ള ആളുകളാണ് റവല്യൂഷണറീസ് ആയിട്ട് വരുന്നത്. കാരണം അവർ അത്രയ്ക്ക് ഒപ്രസ്ഡ് ആയിട്ട് നിന്നവരാണ്. അപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ചാൾസ് ഡിക്കൻസ് പറയുന്നത്. അതായത് വെഞ്ചൻസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ അല്ലെങ്കിൽ റിവെഞ്ച് ഇസ് നോട്ട് എ സൊല്യൂഷൻ എന്നാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് ചാൾസ് ഡിക്കൻസ്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിലാണെങ്കിലും സ്പീച്ചിലാണെങ്കിലും മാനേഴ്സിലാണെങ്കിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുള്ള ലീഗൽ സിസ്റ്റം, പൊളിറ്റിക്കൽ ക്ലൈമറ്റ്, പബ്ലിക് സെന്റിമെന്റ്സ്, ഇതെല്ലാം നല്ല രീതിയിൽ ചാൾസ് ഡിക്കൻസ് പഠിച്ച് ഏത് വർക്കിനകത്തുനിന്നാണ് പഠിച്ചെടുത്തത്? തോമസ് കാർലൈലിന്റെ ദി ഫ്രഞ്ച് റെവല്യൂഷൻ എന്നുള്ള വർക്കിൽ നിന്ന്, ആ ഒരു സോഴ്സിൽ നിന്ന് നല്ല രീതിയിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് റിസർച്ച് നടത്തിയിട്ടാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു ഹിസ്റ്റോറിക്കൽ നോവൽ തന്നെയാണ്. ബിക്കോസ് ഫ്രഞ്ച് റെവല്യൂഷനെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് വഴി എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നോവലിനകത്ത്.